ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇതിന് മുന്നേ പറഞ്ഞു നിർത്തിയിട്ടുള്ള ബയോളജിയിലെ ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും എന്ന ഭാഗത്തിന്റെ പാർട്ട് 2 ആണിത്. ജീവകം ഡി. ജീവകം ഡിയുടെ രാസനാമം കാൽസിഫെറോൾ. ജീവകം ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് റിക്കറ്റ്സ് അഥവാ കണ, പിന്നെ ഓസ്റ്റിയോ മലേസിയ. ഇതിനകത്ത് റിക്കറ്റ്സ് അഥവാ കണയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണപ്പെടുന്നത്. പിന്നെ സൺഷൈൻ വിറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി ആണ്. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകമാണ് വിറ്റാമിൻ ഡി. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ഉപാപചയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്നു. കരൾ, മത്സ്യ എണ്ണകൾ, പാൽ, മുട്ട, വെണ്ണ എന്നിവയിൽ ധാരാളം അടങ്ങിയ ജീവകമാണ് ജീവകം ഡി. ഇലക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകമാണ്. ജീവകം D2 പ്രോവൈറ്റമിൻ എർഗോസ്റ്റിറോൾ ആണ്. ജീവകം D3 പ്രോവൈറ്റമിൻ 7D ഹൈഡ്രോ കൊളസ്ട്രോൾ അല്ലെങ്കിൽ കോൾ കാൽസിഫെറോൾ എന്ന് പറയും. ഇത് മൃഗങ്ങളിൽ കാണപ്പെടുന്ന ഒന്നാണ്. അടുത്ത ജീവകം കെ. ജീവകം കെയുടെ രാസനാമമാണ് ഫിൽഡോക്വിനോൺ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഒരു ജീവകമാണ് ജീവകം കെ. ജീവകം കെയുടെ അപര്യാപ്തതയിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ് രക്തസ്രാവം അഥവാ ഹെമറേജ് എന്ന് പറയും, ഹീമോഫീലിയ. ജീവകം കെ കണ്ടെത്തിയത് ഹെൻറി ഡാം ആണ്. ആന്റി ഹെമറാജിക് വിറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം കെ ആണ്. അതായത് ഹെമറേജ് എന്ന് പറഞ്ഞാൽ രക്തസ്രാവമാണല്ലോ, അപ്പൊ കട്ടപിടിക്കുന്നതുകൊണ്ട് അതിനെ ആന്റി ഹെമറാജിക് വിറ്റമിൻ എന്നറിയപ്പെടുന്നു. ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് വിറ്റാമിൻ K2, അതായത് മെനാക്വിനോൺ എന്ന് പറയും. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ഒരു ജീവകമാണ് ജീവകം കെ എന്ന് പറയുന്നത്. ഇലക്കറികൾ, സോയാബീൻ, ഉരുളക്കിഴങ്ങ്, തക്കാളി, ചീര, ക്യാബേജ് എന്നിവയാണ് പ്രധാന സ്രോതസ്സുകൾ. കരളിന്റെ ആരോഗ്യത്തെ സഹായിക്കുന്ന ജീവകമാണ് അടുത്ത ജീവകം ഇ. രാസനാമം ടോക്കോഫെറോൾ. അപര്യാപ്തത രോഗമാണ് വന്ധ്യത. ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നു. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. സസ്യങ്ങളിലും ജന്തുക്കളിലും വ്യാപകമായി കാണുന്നു. പ്രത്യുൽപാദന അവയവങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകമാണ്. അതുപോലെ പരുത്തിക്കുരു എണ്ണ, നിലക്കടൽ എണ്ണ, സൂര്യകാന്തി എണ്ണ, മുളപ്പിച്ച പയർ എന്നിവയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. മുട്ടയുടെ മഞ്ഞക്കരു, മത്സ്യ എണ്ണകൾ, പശുവിൻ പാൽ, മൃഗക്കൊഴുപ്പുകൾ എന്നിവ ജീവകം ഇയുടെ പ്രധാന സ്രോതസ്സുകളാണ്. ഹോർമോണായി പ്രവർത്തിക്കുന്ന ജീവകമാണ് ജീവകം ഇ. ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ. ജീവകം B1 രാസനാമം തയാമിൻ. അപര്യാപ്തത രോഗങ്ങൾ ബെറിബറി, അതായത് പേശികൾ, വേദന, ക്ഷീണം, നീർവീക്കം എന്നിവയാണ് ലക്ഷണങ്ങൾ. വെർണിക് എൻസെഫലോപ്പതി. ഈ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് ഈ ബെറിബറി എന്ന് പറയുന്നത്. ബെറിബറി എന്ന വാക്കിനർത്ഥം ഐക്കാണ്ട് എന്നാണ്. സസ്യങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന ജീവകമാണ്. ധാന്യങ്ങളിലെ തവിടിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ജീവകമാണ്. പച്ചക്കറികൾ, പയർ, പരിപ്പ്, മുട്ട, കരൾ, പന്നിമാംസം എന്നിവയിലും തയാമിൻ സമൃദ്ധ സ്രോതസ്സുകളാണ്. അടുത്ത പാചകം ചെയ്യുമ്പോൾ തയാമിൻ നഷ്ടപ്പെടുന്നു. ബുദ്ധി വളർച്ചയ്ക്കും ഓർമ്മശക്തിക്കും ആവശ്യമായ ജീവകമാണ്. രക്തത്തിന്റെ ഉൽപാദനത്തിനും രക്തചംക്രമണത്തിനും സഹായിക്കുന്നു. അടുത്ത ജീവകമാണ് ജീവകം B2. രാസനാമം റൈബോഫ്ലാവിൻ. അപര്യാപ്തത രോഗങ്ങളാണ് കീരോസിസ്, അതായത് വായുടെ വശങ്ങൾ വിണ്ടുകീറുന്ന അവസ്ഥയാണ്. പിന്നെ അരിബോഫ്ലാവിനോസിസ്, ആംഗുലാർ സ്റ്റോമാറ്റിസ്. വിറ്റാമിൻ ജി എന്നും അറിയപ്പെടുന്നു. ത്വക്കിന്റെയും വായുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് B2. ധാന്യങ്ങൾ, മുട്ട, പാൽ, മാംസം, ഇലക്കറികൾ എന്നിവയാണ് പ്രധാന സ്രോതസ്സുകൾ. ചുവന്ന രക്തകോശങ്ങൾ, ആന്റിബോഡികൾ എന്നിവയുടെ ഉൽപാദനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. പാലിന് മഞ്ഞ നിറം നൽകുന്ന ഘടകമാണ്. ഇതേപോലെ നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ നശിക്കുന്ന പാല് ഘടകമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ബാക്കി ഭാഗം കൂടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്.